തിരഞ്ഞെടുപ്പുകൾക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി കോന്നി മാറിയിരിക്കുകയാണ്. കാരണം അടൂർ പ്രകാശ് കഴിഞ്ഞ 21 വർഷമായി ജനപ്രതിനിധിയായും മന്ത്രിയായും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കോന്നി മണ്ഡലമാണ് ഇപ്പോൾ DCCയുടെ പ്രസിഡന്റ് കൂടിയായ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന റോബിൻ പീറ്ററാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ആ മണ്ഡലത്തിന്റെ ഇലക്ഷന്റെ ചുമതലയും DCC പ്രസിഡന്റ് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ DCC പ്രസിഡന്റിന്റെ ചുമതല കൂടി വഹിക്കുന്ന റോബിൻ പീറ്ററാണ് ഇപ്പോൾ കോന്നി മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ എങ്ങനെയാണ് വിജയപ്രതീക്ഷകളൊക്കെ നമ്മൾ നോക്കിക്കാണുന്ന കേരളാവിഷൻ പ്രേക്ഷകരോട് പറയുന്നത്. എങ്ങനെയാണ് റോബിനെ മത്സരങ്ങളുടെ വിലയിരുത്തൽ? ഏതാണ്ട് 4 ദിവസക്കാലം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. അതിന് പ്രധാനമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്ന്, 10 വർഷക്കാലം ഈ സംസ്ഥാനത്ത് ഭരണം നടത്തിയ ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങൾക്ക് ഈ കാലയളവിൽ ദുരിതവും ദുഃഖവും പ്രയാസങ്ങളും അല്ലാതെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള യാതൊന്നും ചെയ്യാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം എന്ന നിലയിൽ ശബരിമലയിൽ നടത്തിയ വൻ കൊള്ള ഈ നാട്ടിലെ, പ്രത്യേകിച്ച് കോന്നി നിയമസഭാ മണ്ഡലത്തിലെ വിശ്വാസ സമൂഹത്തിന് വളരെയേറെ മുറിവുണ്ടാക്കിയ സംഭവങ്ങളാണ്. അപ്പൊ തീർച്ചയായും അതിനെല്ലാം കൃത്യമായ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും. അത് UDFന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പായി ഈ വർഷത്തെ ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നത് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. റോബിൻ മത്സരിക്കുന്ന ആ കാലഘട്ടവും പിന്നെ ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് ആ രണ്ട് കാലഘട്ടത്തിൽ തമ്മിൽ ഓർമ്മിപ്പിക്കുന്നത്? 2021 തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുമ്പോൾ അന്ന് കോവിഡിനും പ്രളയത്തിനും ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഭരണം നടത്തിയത്. കോവിഡിന്റെ കിറ്റ് കൊടുത്തും അതുപോലെ തന്നെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ കൊടുത്തും ഒക്കെ ജനങ്ങളെ മറ്റൊരു തരത്തിൽ ചിന്തിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അതെല്ലാം ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അന്ന് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് UDFന് ഭരണം 2ാം തവണ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം അത്തരത്തിൽ ജനങ്ങൾ വിഡ്ഢികളാകില്ല. ജനങ്ങൾ വളരെയധികം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അത് കോന്നിയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, പത്തനംതിട്ട ജില്ലയിലും ആ മാറ്റം ഉണ്ടാകും എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് വെളിപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. നിലവിൽ ഇപ്പോൾ കോന്നിയിൽ നിരവധി പഞ്ചായത്ത് UDFന്റെ കയ്യിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയൊക്കെ ഉള്ളത് UDFന്റെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രചരണവുമായിട്ട് കോന്നിയിൽ എത്തുമ്പോൾ പ്രവർത്തകരെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ, പ്രത്യേകിച്ച് അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള പ്രതീക്ഷയെല്ലാം, അവരുടെ ആ പിണക്കങ്ങളെല്ലാം മാറി ഒരു ഒത്തൊരുമയോട് കൂടി ഉള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഓരോ വോട്ടർമാരെയും കാണാൻ കഴിയുന്നത്. തീർച്ചയായും കോന്നി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ സംബന്ധിച്ചോളം, UDFനെ സംബന്ധിച്ചോളം കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു ഐക്യം, കൂട്ടായ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഘടകകക്ഷികളാണെങ്കിലും കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളാണെങ്കിലും ഒക്കെ നേതാക്കന്മാരും പ്രവർത്തകരും അനുഭാവികളും എല്ലാം ഒരേ മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ വിജയിച്ചു വരണം, അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ നിയമസഭാ മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത്, കോന്നി ഡിവിഷൻ, പ്രമാടൻ ഡിവിഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ മലയാലപ്പുഴ ഡിവിഷൻ, ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. അതോടൊപ്പം തന്നെ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത്, കോന്നി ബ്ലോക്ക് പഞ്ചായത്ത്, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത്, 3 ബ്ലോക്ക് പഞ്ചായത്തുകളും UDFന്റെ കോൺഗ്രസിന്റെ ഭരണസമിതിയാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ നമ്മളുടെ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട ഏനാദിമംഗലം, അതോടൊപ്പം തന്നെ വള്ളിക്കോട്, പ്രമാടം, കോന്നി, അരുവാപ്പലം, തണ്ണിത്തോട്, മൈലപ്ര പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അവിടെ ഭരണം നടത്തുന്നത്. ഒപ്പം തന്നെ ചിറ്റാറിൽ തുല്യതയിൽ വന്ന നറുക്കെടുപ്പിലൂടെയാണ് ചിറ്റാർ പഞ്ചായത്ത് ഭരണം നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ
ഈ മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ പിന്തുണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. DCC പ്രസിഡന്റ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായതിനു ശേഷം നിങ്ങൾക്ക് ഏകദേശം 4 പേർക്കാണ് ചുമതല തന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ ഇപ്പോൾ സ്ഥിതി എങ്ങനെ വിലയിരുത്താം? ഇവിടെ ഞങ്ങൾ DCC പ്രസിഡന്റ് മത്സരിക്കാൻ പോയതിന്റെ അടിസ്ഥാനത്തിൽ KPCC ഞങ്ങൾക്ക് 4 പേർക്ക് ചാർജ് നൽകിയുണ്ടായി. അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ, വെട്ടൂർ ജ്യോതി പ്രസാദ്, അഡ്വക്കേറ്റ് അനിൽ തോമസ്, ഞങ്ങൾ 4 പേരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ ജില്ലയിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. അത് ഞങ്ങൾ 2 തവണ യോഗം ചേർന്ന് കാര്യങ്ങൾ പൊതുവായിട്ടുള്ള ചർച്ചകൾ, വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നല്ല വിജയം 5 മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നത് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, ശബരിമല പത്തനംതിട്ട ഉൾപ്പെടെ ജില്ലയിലാണ് ശബരിമല ക്ഷേത്രം നിലനിൽക്കുന്നത്. ആ ശബരിമലയിൽ ഉണ്ടായ ആ വലിയ കൊള്ള, ആ ശബരിമലയുടെ പരിപാവനതയും ശബരിമലയുടെ ആ ഒരു ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിച്ച ഗവൺമെന്റിനെതിരെയും CPM-ന്റെ നേതാക്കന്മാർക്കെതിരെയും ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ രാഹുൽ ഗാന്ധി ഈ ജില്ലയിൽ നടത്തിയ പ്രചരണ പരിപാടികൾ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ജനങ്ങൾ അവിടെ ഓടിക്കൂടിയെത്തിയത്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരെല്ലാം നമ്മുടെ ഈ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ്, പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല വെട്ടൂരിൽ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ വിജയത്തിന് വേണ്ടി എത്തുന്നുണ്ട്. നാളെ തന്നെ വൈകിട്ട് 4 മണിക്ക് ആരാധ്യനായ മുൻ KPCC പ്രസിഡന്റും പ്രവർത്തക സമിതി അംഗവുമായിട്ടുള്ള ശ്രീ K. സുധാകരൻ MP ചിറ്റാറിൽ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ വിവിധ നേതാക്കന്മാർ, ഇന്ന് ഷാഫി പറമ്പിൽ അടൂരിൽ MP അടൂരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നേതാക്കന്മാരും, പ്രതിപക്ഷ നേതാവ് വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഒരു തവണ നമ്മുടെ മണ്ഡലങ്ങളിൽ വന്നുപോയി. വീണ്ടും 2ാം തവണ ഇന്ന് റാന്നിയിൽ അവിടെ പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ ജില്ലയിലാകെ UDF-ന്റെ വലിയൊരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലം, കാരണം പത്തനംതിട്ട ജില്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വളക്കൂറുള്ള മണ്ണാണ്. ചില കാരണങ്ങളാൽ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും അത് ശക്തമായ തിരിച്ചുവരവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് പ്രധാനമായും ഈ ഗവൺമെന്റിന്റെ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നു. ഒപ്പം വിശ്വാസ സമൂഹത്തിനേറ്റ വലിയ മുറിപ്പാട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി ഈ ഗവൺമെന്റിനെതിരെ പ്രതിഫലിക്കും എന്ന കാര്യത്തിലും യാതൊരുവിധമായ സംശയവും. അങ്ങനെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഉജ്ജ്വല വിജയവും നഷ്ടപ്പെട്ടു പോയ UDF-ന്റെ പ്രതാപവും വീണ്ടെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF-ന്റെ സംഘടനാ ചുമതലയുള്ള പ്രതിനിധി കൂടിയായിട്ടുള്ള റോബിൻ പീറ്റർ കേരള വിഷനുമായി മനസ്സ് പങ്കുവച്ചത്. ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.